ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ വന്നിട്ട് ലോങ് വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. പക്ഷെ ഇന്നലെ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാനത് ഇന്നാട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നലത്തെ ഞാൻ ഇന്നലെ ചപ്പാത്തി മുട്ട റോസ്റ്റും ഉണ്ടാക്കി. സാധാരണ ചോറ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാറ്. അപ്പം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടത്. സാധനം എനിക്ക് മുട്ട റോസ്റ്റൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതാണ്. ഏട്ടന് നല്ല ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വെച്ചത്. ഞാൻ മുട്ടയൊക്കെ വറുത്ത് കഴിക്കാനായിട്ട് എനിക്കിഷ്ടം. എന്നാലും ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ മുട്ട റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വീഡിയോ ചെയ്തുകൊണ്ട് പറയുന്നതല്ല കേട്ടോ, സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെരിഞ്ചീരകം ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്ക്, അടിപൊളി വീഡിയോ ആണ് കേട്ടോ കാണാൻ. പിന്നെ ഇതിനകത്ത് ചപ്പാത്തിയും കൂടി ഉണ്ടാക്കുന്നതുണ്ട് കേട്ടോ. ചപ്പാത്തി നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതും കൂടി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഫുള്ളായിട്ട് കാണണേ, സ്കിപ്പ് ചെയ്യാതെ. ഞാനായിട്ട് തനിച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ അനിയൻ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഇത് 2 നേരത്തേക്ക് 3 നേരത്തേക്ക് ഉണ്ടാവും കേട്ടോ. കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രിയും ഇത് തന്നെയാണ് കേട്ടോ കഴിച്ചത്. ഏട്ടൻ രാത്രി മാത്രം ഫുഡ് കഴിക്കാനുണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് ഒരു കമ്പനിയിലാണ് കേട്ടോ ഫുഡൊക്കെ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ മുട്ട റോസ്റ്റും ചപ്പാത്തിയും. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണേ പ്ലീസ്. എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ആ ലോങ് വീഡിയോ ഒരു 3-4 ലോങ് വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. 3 തോന്നുന്നു ഇട്ടിട്ടുള്ളൂ. ഞാനൊരു മാസമായിട്ടുള്ളൂ കേട്ടോ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് സാധാ പച്ചവെള്ളമാണ് കേട്ടോ. മിക്കവരും ചൂടുവെള്ളം ഒഴിക്കാറുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ലതാണ്. പക്ഷേ ഇത് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഈ മുട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ അത് പച്ചപ്പൊക്കെ മാറി നല്ല തിളച്ച് വരുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ടേസ്റ്റ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ ആശീർവാദിൻ്റെ പൊടിയാണ് എടുക്കാറ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയുണ്ട് ആശീർവാദിൻ്റെ പൊടി. നല്ല സോഫ്റ്റ് ആയിരിക്കും, നമുക്ക് കുഴയ്ക്കാനും സുഖമാണ്. നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും. ചപ്പാത്തി ഇങ്ങനെ നന്നായിട്ട് വീർത്ത് വരികയും ചെയ്യും കേട്ടോ. സാധാരണ എല്ലാവർക്കും ഭയങ്കര മടിയാട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ കുഴച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കട്ടോ. ഞാനൊരു 15 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കും കേട്ടോ. ഞാനങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചത് തന്നെ ഏട്ടൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാട്ടോ. അതായത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ല. ഏട്ടൻ ബോംബെയിലുള്ള ആളാട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാട്ടോ ഞാൻ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചത്. ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്ന്. വെറുതെ നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ റൗണ്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് വരും. അത് തിരിക്കാൻ വേണ്ടിയിട്ട് അറിയണം കേട്ടോ. എന്നാൽ മാത്രമേ അങ്ങനെ റൗണ്ടായി കിട്ടത്തുള്ളൂ. പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കി കഴിയും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ.
കണ്ടില്ലേ, നല്ല അടിപൊളി റൗണ്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ ചപ്പാത്തി. ചിലർ കണ്ടിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്ന കേട്ടോ. ഞാൻ അങ്ങനെയല്ല ചെയ്യുക. സാധാരണ ഞാൻ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് കുഴച്ച് കഴിയും. മറ്റേതാകുമ്പോൾ ഇങ്ങനെ പൊടി നനഞ്ഞ് വരണം. അത്രയ്ക്കൊന്നും നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ഐഡിയ വേണം ഇത്രയും വെള്ളം ഒഴിച്ചാൽ മാത്രം ഇത് കുഴഞ്ഞിട്ടണം. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുഴക്കുന്ന സമയത്ത്. നമ്മുടെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ചപ്പാത്തി. കുഴഞ്ഞ് കിട്ടും നല്ല പെട്ടെന്ന്. ടൈം അധികം എടുക്കാണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കി കിട്ടും കേട്ടോ ചപ്പാത്തി കുഴച്ച്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചപ്പാത്തി കണ്ടില്ല നന്നായിട്ട് പൊളയ്ക്കുന്നുണ്ട് കേട്ടോ. ആശീർവാദിൻ്റെ നന്നായിട്ട് പൊളയ്ക്കും. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും മുട്ട റോസ്റ്റും റെഡിയാണ് കേട്ടോ. കണ്ടില്ല നന്നായിട്ട് പൊളയ്ക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തി. ഞാൻ ഇതല്ല ഇതിനേക്കാളും നന്നായിട്ട് പൊളയ്ക്കും. ജസ്റ്റ് അതിൻ്റെ പൊളച്ച ആ ഭാഗത്തൊന്ന് പൊട്ടി, അതുകൊണ്ടാട്ടോ അത് ഫുള്ള് റൗണ്ട് പൊളയ്ക്കേണ്ടത്. അടിപൊളിയായിട്ട് ചപ്പാത്തിയും നമ്മുടെ മുട്ട റോസ്റ്റും ഇതാ ഇവിടെ റെഡിയാണ് കേട്ടോ. പിന്നെ സവാള, അത് നോർത്ത് ഇന്ത്യയിൽ സ്പെഷ്യലാണ് കേട്ടോ. ഏത് ഫുഡിൻ്റെ കൂടെയും സവാള കഴിക്കുക എന്നുള്ളത് ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ചപ്പാത്തി മുട്ട റോസ്റ്റും. സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ബായ്.